നമസ്കാരം. ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. സനാതനധർമ്മത്തിന്റെ വക്താവായി ശ്രീ നാരായണ ഗുരുവിനെ ചിത്രീകരിക്കരുതെന്ന് വ്യക്തമാക്കി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവ്, പ്രചാരകനോ അല്ലെന്നും അങ്ങനെ സ്ഥാപിക്കാൻ ശിവഗിരി സമ്മേളന വേദിയിൽ തന്നെ നടന്ന ശ്രമങ്ങൾ അനുവദിക്കരുതെന്നും 92ാമത് ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. വർഗീയ വംശീയ വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്ക് മുന്നിലേക്ക് ഗുരുദേവന്റെ ദർശനങ്ങൾ സന്ദേശമായി എത്തിക്കണം. പലസ്തീനിലായാലും മണിപ്പൂരിലായാലും ഓരോ വംശീയ സംഘർഷവും മുറിവേൽപ്പിക്കുന്നത് മനുഷ്യത്വത്തിനാണ്. അത് ശമിപ്പിക്കാനുള്ള ഒരേ ഒരു പോംവഴി ഗുരുവിന്റെ സന്ദേശങ്ങൾ പരമാവധി പ്രചരിപ്പിക്കുക എന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UK-യിൽ അവന്തി വെസ്റ്റ് കോസ്റ്റിലെ ട്രെയിൻ മാനേജർമാരുടെ ദ്വിദിന പണിമുടക്ക് നാളെ മുതൽ. ജനുവരി 1-2 ദിവസങ്ങളിലെ പണിമുടക്ക് കാരണം ലണ്ടൻ മുതൽ ഗ്ലാസ്കോ മെയിൻ ലൈനിലെ സർവീസുകൾ വരെ വരും ദിവസങ്ങളിൽ തടസ്സപ്പെടും. നോർത്ത് വെയിൽസ്, ബ്ലാക്ക്പോൾ, എഡിൻബർഗ് എന്നിവിടങ്ങളിൽ ഈ 2 ദിവസങ്ങളിൽ അവന്തി വെസ്റ്റ് കോസ്റ്റ് സർവീസുകൾ ഉണ്ടാകില്ല. കമ്പനിയിലെ നാഷണൽ യൂണിയൻ ഓഫ് റെയിൽ മാരിടൈം ട്രാൻസ്പോർട്ട് വർക്കേഴ്സാണ് പണിമുടക്കിനൊരുക്കുന്നത്. പണിമുടക്ക് ദിവസങ്ങളിൽ സർവീസുകൾ ഗണ്യമായി കുറയ്ക്കേണ്ടി വരുമെന്ന് അവന്തി അധികൃതർ പറഞ്ഞു. പണിമുടക്കിന് മുമ്പോ ശേഷമോ ട്രെയിൻ യാത്ര ചെയ്യാൻ അവന്തി യാത്രക്കാരെ ഉപദേശിച്ചു. ദുബായിൽ ജനുവരി 1 മുതൽ മദ്യത്തിന് 30% വരെ നികുതി വർദ്ധിക്കും. 2 വർഷമായി മരവിപ്പിച്ചിരുന്ന നികുതിയാണ് നടപ്പാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പുതുവത്സരത്തോടനുബന്ധിച്ച് ജനുവരി 1-ന് UAE-യിൽ സർക്കാർ സ്വകാര്യ മേഖലയ്ക്ക് പൊതു അവധിയായിരിക്കും. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് അതേ ദിവസം ശമ്പളത്തോടു കൂടിയ അവധിയാകും ലഭിക്കുക. ഷാർജയിൽ ജനുവരി 1-ന് എല്ലാ സർക്കാർ വകുപ്പുകൾക്കും ഏജൻസികൾക്കും സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. ജനുവരി 2 മുതൽ പ്രവൃത്തി ദിനം പുനരാരംഭിക്കുമെന്നും അധികൃതർ അറിയിക്കുന്നു. ജനുവരി 1 മുതൽ സ്വകാര്യ സ്കൂൾ ഫീസിന് UK-യിൽ വാറ്റ് ഏർപ്പെടുത്താനുള്ള ലേബർ സർക്കാരിൻ്റെ പദ്ധതിക്ക് പൊതുജനങ്ങളുടെ ശക്തമായ പിന്തുണ. പ്രൈവറ്റ് എഡ്യൂക്കേഷൻ പോളിസി ഫോറം നടത്തിയ വോട്ടെടുപ്പിൽ 54% പൗരന്മാർ ഈ ആശയത്തെ പിന്തുണച്ചു. 22% പേർ എതിർത്തു. വാറ്റ് വിഷയത്തിൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന സമാന സർവേകളിൽ കണ്ടതിനേക്കാൾ വലിയ ജനപിന്തുണയാണ് ഇപ്പോൾ ലഭിച്ചത്. വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജറ്റ് ഫിലിപ്സിനെതിരെ വർഗീയ അസൂയ പരത്തുന്നു എന്നിവരെ ആരോപണം ഉയർന്നിരുന്നു. 57% പേർ മൊത്തത്തിലുള്ള സ്വകാര്യ വിദ്യാഭ്യാസ സമ്പ്രദായം അന്യായമാണെന്ന് വരെ സർവേയിൽ രേഖപ്പെടുത്തി. US-ന്റെ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് സംവിധാനങ്ങളിൽ ചൈനയുടെ സ്പോൺസേഡ് ഹാക്കർമാർ അതിക്രമിച്ച് കയറിയതായി US ആരോപിച്ചു. ചൈനയുടെ സ്റ്റേറ്റ് സ്പോൺസേഡ് ഹാക്കർമാരാണ് അതിക്രമിച്ച് കയറിയത് എന്നാണ് ആരോപണം. ചില ഓഫീസ് രേഖകളിലേക്കും ജീവനക്കാരുടെ കമ്പ്യൂട്ടർ സംവിധാനങ്ങളിലേക്കും ഹാക്കർ പ്രവേശിച്ചതായി US അധികാരികൾ ആരോപിച്ചു. ഡിസംബർ 8-നാണ് ഹാക്കിംഗ് നടന്നത്. വലിയൊരു ഹാക്കിംഗ് സംഭവിച്ചു എന്നാണ് US അധികാരികൾ ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത്. സൈബർ സുരക്ഷാ സേവനദാതാവായ ബിയോണ്ട് ട്രസ്റ്റ് വഴിയാണ് ഹാക്കിംഗ് നടന്നതെന്നാണ് കണ്ടുപിടിച്ചത്. 179 പേരുടെ മരണത്തിനിടയാക്കിയ ദക്ഷിണ കൊറിയ വിമാനാപകടത്തിൽ റൺവേക്ക് സമീപമുള്ള അസാധാരണമായ ആ കോൺക്രീറ്റ് മതിലിനെക്കുറിച്ചും അപകടത്തിൽ അതിൻ്റെ പങ്കിനെക്കുറിച്ചും സംശയങ്ങൾ ഉന്നയിച്ച് US വ്യോമയാന സുരക്ഷാ വിദഗ്ധർ. റൺവേയുടെ അവസാനത്തിൽ നിന്നും 250 മീറ്റർ മാത്രം അകലെ ആണ് ഈ കോൺക്രീറ്റ് മതിൽ നിന്നിരുന്നത്. മുവാൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യവേ റൺവേയിൽ നിന്നും തെന്നിമാറിയ ജെജു എയർ വിമാനം ഭിത്തിയിലിടിച്ച് തീപിടിക്കുകയായിരുന്നു. ഈ മതിൽ അവിടെ ഇല്ലാതിരുന്നെങ്കിൽ വിമാനം തീപിടിക്കാനോ മരണസംഖ്യ ഇത്ര കണ്ട് ഉയരാനോ ഇടവരില്ലായിരുന്നു എന്നാണ് US സംഘത്തിൻ്റെ വിലയിരുത്തൽ. ലണ്ടനിലെ ഒരു ശതകോടീശ്വരൻ്റെ ആഡംബര വസതിയിൽ നിന്നും 10 മില്യൺ പൗണ്ടിലധികം വില മതിക്കുന്ന ആഭരണങ്ങളും ഡിസൈനർ ഇനങ്ങളും കൊള്ളയടിച്ചു. ഇത് ഒരു ബ്രിട്ടീഷ് ഭവനത്തിൽ ഇതുവരെ നടന്ന ഏറ്റവും വലിയ മോഷണങ്ങളിൽ ഒന്നാണ്. ഡിസംബർ 7 ശനിയാഴ്ച സെൻറ് ജോൺസ് വുഡിലെ അവന്യൂ റോഡിലെ ഹോങ്കോങ് സ്വദേശിയുടെ ആഡംബര വസതിയിൽ നടന്ന മോഷണം ഇപ്പോഴാണ് പുറം ലോകം അറിയുന്നത്. മുഖം മറച്ച് ആയുധങ്ങളുമായി എത്തിയ പ്രതി 22,000 ചതുരശ്രടി വിസ്തീർണമുള്ള മാളികയിലെ മുറികൾ പരിശോധിക്കുന്നത് സുരക്ഷാ ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. ഇയാളെ തിരിച്ചറിയാൻ പോലീസും സ്വകാര്യ ഡിറ്റക്റ്റീവുകളും ശ്രമങ്ങൾ തുടരുകയാണ്. ലോകത്തെ മൊത്തം സ്വർണത്തിൻ്റെ 11% ഇന്ത്യൻ വനിതകളുടെ പക്കലാണെന്ന് ലോക സ്വർണ്ണ കൗൺസിലിൻ്റെ റിപ്പോർട്ട്. 24,000 ടൺ സ്വർണ്ണമാണ് ഇന്ത്യൻ വനിതകളുടെ കയ്യിലുള്ളതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. US അന്താരാഷ്ട്ര ധനനിധി, സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി എന്നിവയുടെ പക്കലുള്ള മൊത്തം സ്വർണ്ണ അളവിനേക്കാൾ കൂടുതലാണിത്. ഇന്ത്യയിലെ മൊത്തം സ്വർണ്ണത്തിൻ്റെ 40% ദക്ഷിണേന്ത്യക്കാരുടെ കയ്യിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ തീവ്ര ദുരന്തമായി ഒടുവിൽ അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ. സംസ്ഥാന റവന്യൂ ദുരന്ത നിവാരണ സെക്രട്ടറി ടിങ്കു ബിസോൾ അയച്ച കത്തിലാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ രാജേഷ് ഗുപ്ത ഇക്കാര്യം അറിയിച്ചത്. കേന്ദ്രത്തിന്മേൽ കേരള സർക്കാർ ചെലുത്തിയ ശക്തമായ സമ്മർദ്ദം ഫലം കാണുന്നതിൻ്റെ ആദ്യ സൂചനയാണ് ഈ കത്ത്. ഇനി മുതലുള്ള എല്ലാ പ്രായോഗിക ആവശ്യങ്ങൾക്കും വയനാട് ഉരുൾപൊട്ടലിനെ തീവ്ര ദുരന്തമായി കണക്കാക്കുമെന്നും ഡോക്ടർ രാജേഷ് ഗുപ്ത വ്യക്തമാക്കി. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം ഒരു പൗണ്ട് 107.49 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 85.62 രൂപ. ഒരു യൂറോ 89.16 രൂപ. ഒരു പൗണ്ട് 1.26 US ഡോളർ. ടോപ് 10 ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.
TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.